ഹലോ ഹെൽട്ടൻസ് മാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫാനിൻ്റെ ഒരു എരമ്പലുണ്ടാവും അല്ലേ? വേറെ ഒന്നുകൊണ്ടല്ല, ഞാനിവിടെ നമ്മുടെ ഡോണപ്പനെ കാണാൻ പറ്റുന്നുണ്ടോ? ഡോണും നല്ല ഉറക്കമാണ്. അപ്പോൾ ഫാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു എരമ്പലുണ്ടാവും. കാരണം അവൻ ഉറക്കി കിടത്തിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഇനിയിപ്പോൾ എൻ്റെ സംസാരം കേട്ടിട്ട് ചെറുക്കൻ എണീക്കോ എന്നൊന്നും എനിക്കറിയില്ല. ഒരാൾ ഉറക്കി കിടത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതപ്പനാണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ഉറങ്ങാത്ത കാരണം അവനെ അപ്പുറത്ത് അമ്മേൻ്റെ അടുത്ത് ആക്കിയേക്കാണ്. അമ്മയും ഐശ്വര്യയും കൂടി അവനെ ഹാൻഡിൽ ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇവനെ ഉറക്കി കിടത്തിയിട്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. കുറച്ച് ടാസ്ക്കാണ് ഇപ്പോൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്, നല്ല പണിയാണ്. മുമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവനാണെന്നുണ്ടെങ്കിലൊക്കെ ഉറങ്ങുന്ന ഒരു ടൈമൊക്കെ ആയിരുന്നല്ലോ. പക്ഷെ ഇപ്പോൾ ആളങ്ങനെ വല്ലാണ്ട് ഉറക്കമൊന്നുമില്ല പകല്. രാത്രി പിന്നെ പറയണ്ടപ്പോൾ മുമ്പും ഉറക്കമില്ല ഇപ്പോഴും ഉറക്കമില്ല, അങ്ങനെ തന്നെ. പിന്നെ ഏതപ്പനൊക്കെ ഉറങ്ങാവുന്ന ടൈമൊക്കെ ആവുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രസ് ഹോളിൻ്റെ വീഡിയോ ആണ്. അതായത് ഞാൻ ഒരു 2-3 മാസം മുമ്പ് തുടങ്ങി ഈയിടെ വരെ ഇട്ടിരിക്കുന്ന വീഡിയോസ്, ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എവിടെ നിന്നാണ് എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് കമൻസ് ഒക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മിക്കതും ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അതായത് അവരുടെ പേജ്, അതായത് ആ ഡ്രസ്സ് പർച്ചേസ് ചെയ്തത് എവിടെ നിന്നാണെന്നുള്ളതിൻ്റെ പേജ് ഞാൻ ടൈപ്പ് ചെയ്തിട്ട് അവിടെ കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചിലർക്കൊന്നും അത് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും കമൻറ്റൊക്കെ വരാറുണ്ടായിരുന്നു. അപ്പോൾ ലിങ്ക് ഉണ്ടെങ്കിൽ ലിങ്ക് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് കുറേ പേര് കമൻറ്റ് ഇടുന്നത് കേട്ടോ. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഈ ഷോർട്ട് വീഡിയോസിൽ ലിങ്ക് ആഡ് ചെയ്യണത് എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഇനിയിപ്പോൾ അങ്ങനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും അറിയാം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. അതായത് ഇന്ന രീതിക്കാണ് ഷോർട്ട് വീഡിയോയിൽ അമ്മ അവിടെ എന്തോ കുക്ക് ചെയ്യുന്നതാണ്, വിസിൽ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഷോർട്ട് വീഡിയോയിൽ ഇതേപോലെയാണ് ലിങ്ക് ആഡ് ചെയ്യുന്നതെന്നുള്ളത് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള, നിങ്ങൾ കൂടുതൽ എൻ്റെ അടുത്ത് എൻക്വയറി ചെയ്തിട്ടുള്ള കുറച്ച് ഡ്രസ്സിൻ്റെ ലിങ്ക്, എനിക്ക് തോന്നുന്നു പൊതുവെ ഒരൊറ്റ പേജ് 2 പേജ് എന്നുള്ള ഡ്രസ്സുകളിലാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ഏത് ലിങ്കാണെന്നൊക്കെ ചോദിച്ചിട്ടുള്ളത്. സോ എനിക്ക് തോന്നുന്നു ഒരു 3 പേജാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇൻസ്റ്റയിലുള്ള പേജസ് ആണ്. ഇനിയിപ്പോൾ ഇൻസ്റ്റ ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അതും കൂടി ആഡ് ചെയ്തേക്കാം. ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റ ഉള്ളവരുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നതാണ് ഇത്. അപ്പോൾ ഈ ഡ്രസ്സ് ഞാൻ വെയർ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. അല്ലാണ്ട് ഞാൻ ഇങ്ങനെ ഡ്രസ്സ് പൊക്കി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതേത് വീഡിയോ ആയിരുന്നു അല്ലെങ്കിൽ ഇതേത് ഡ്രസ്സായിരുന്നു നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നും. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഡ്രസ്സ്. ഇത് ഞാൻ ഡോണപ്പനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ സിഗ്നേച്ചർ ബൈ എൻജെ എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ നിന്ന് ഫസ്റ്റ് എനിക്ക് അയച്ചു തന്നിരിക്കുന്ന ഡ്രസ്സാണ് കേട്ടോ. ഒരു ആലിയ കട്ട് സംഭവമാണിത്. ഈ സിഗ്നേച്ചർ ബൈ എൻജെ എന്നുള്ള ഡ്രസ്സുകളാണ് കൂടുതലും എൻക്വയറി വന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ ഇട്ടിരിക്കുന്ന ഷോർട്സിൽ അവരുടെ ഡ്രസ്സ് ഇടുമ്പോഴാണ് കൂടുതലും എൻക്വയറി വരുന്നത് ഇതെവിടെ നിന്നാണെന്നുള്ളത്. അപ്പം ഞാൻ അവരുടെ നിന്ന് കിട്ടിയിട്ടുള്ള ഡ്രസ്സുകളുടെ കാര്യങ്ങൾ ഫുള്ളാണ് ഞാൻ ഫസ്റ്റ് പറയുന്നത്. ഇവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എന്താ നോക്കി, ഭയങ്കര സിമ്പിളായിട്ടുള്ള വർക്കാണ്. പക്ഷേ എന്താ പറയുക, നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാവുന്ന സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഫുൾ ലെങ്ത് കാണാനായിട്ടാണ് ഞാൻ ഇവിടെ നിങ്ങളെ ഈ വീഡിയോ കാണിക്കുന്നത്. കാരണം ഇതിലെനിക്ക് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ. കാരണം ഒന്നാമത് ചെക്കൻ കിടന്ന് ഉറങ്ങാണ്. എണീറ്റു ഡോണി എണീറ്റു. സെയിം തന്നെ സിഗ്നേച്ചർ ബൈ എൻജെ തന്നെയുള്ളതാണ്. ഇതൊക്കെ ഒരു അനാർക്കലി മോഡൽ, ഒരു അംബ്രല്ല കട്ടിങ് മോഡലുള്ള ഡ്രസ്സുകളാണ് കേട്ടോ കൂടുതലും ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ,
വർക്കൊക്കെ സിമ്പിളാണ്, എന്നാൽ ഹെവി വർക്ക് പോലെ തോന്നുന്ന സംഭവങ്ങളാണ്. പിന്നെ മെറ്റീരിയലിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ പക്ക നല്ല മെറ്റീരിയലാണ്. സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല, ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് കേട്ടോ. എനിക്ക് ഇന്ന പോലെ തയ്ക്കണം അല്ലെങ്കിൽ ഇന്ന പോലെ വേണം എന്നൊന്നും ഞാൻ ഇതുവരെയ്ക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷെ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതെൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് സിഗ്നേച്ചർ ബൈ എൻജയുടെ അവർ തന്നിട്ടുള്ള ഡ്രസ്സിൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ കൂടുതലും ചാച്ചിൻ്റെ കൂടെയാണ് ചെയ്തിരിക്കുന്നത്. അത് കാരണം തന്നെയാണോ എന്നറിയില്ല, ഡ്രസ്സൊക്കെ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടില്ലേ നിങ്ങൾ, എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ആ മനുഷ്യൻ്റെ കൂടെ നിന്നിട്ടുള്ള വീഡിയോ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ഭയങ്കര ഫേവറേറ്റ് ആണ്. അപ്പം ഇതൊരു ഗൗൺ ടൈപ്പാണ് കേട്ടോ, ഗൗൺ ടൈപ്പാണ്. ഇത് ഫുൾ ലെങ്ത് ഉള്ളതാണ്. വർക്ക് ഇവിടെയാണ് വരുന്നത്. സിമ്പിൾ ആൻഡ് എലഗന്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ് കേട്ടോ. അപ്പം ഇതും സിഗ്നേച്ചർ ബൈ എൻജി ആണ്. ഈ ഡോണപ്പന എൻ്റെ കാട്ടായൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് ഡോണപ്പനെ കാണാമോ? ദേ കിടക്കുന്നു. ഇങ്ങനെ അടങ്ങി കിടക്കണമെന്ന് നോക്കണ്ട, കുറച്ച് നേരം കഴിയുമ്പോൾ ഭയങ്കര ടെററാവും. ഓക്കെ, അപ്പം അടുത്തത് കാണിച്ചു തരാം. അടുത്തത് ഈ തവണത്തെ ഈദ് പ്രമാണിച്ച് എനിക്ക് അയച്ചു തന്നതാണ് കേട്ടോ, പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി അയച്ചു തന്നതാണ്. ഇതിൽ ഹാൻഡിൽ മാത്രമാണ് വർക്കുള്ളത്. പക്ഷേ ഈ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുമാതിരി ചില്ലി റെഡ് കളർ പോലത്തെ സംഭവമാണ് കേട്ടോ. ഫുള്ള് വർക്കും കാര്യങ്ങളൊന്നുമില്ല, ഹാൻഡിൽ മാത്രം വർക്കുള്ളൂ. ഇത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ്. നമ്മുടെ മഞ്ജു വാര്യറിൻ്റെ ഒരു സാരി കുറച്ച് വൈറലായിട്ടുണ്ടായിരുന്നു. ഇതാ ആ സാരിയാണ് ഈ സാരി. മഞ്ജു വാര്യർ എടുത്തോണ്ടിരുന്ന സാരിയാണ് ഈ സാരി. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ബ്ലാക്കിനോട് ഭയങ്കര ഒരു ക്രേസാണ്. എനിക്കത് അമ്മയ്ക്കും അതെ, എൻ്റെ അമ്മയ്ക്കും അതെ. ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ, കുറേ ബ്ലാക്കിൻ്റെ ഡ്രസ്സ് ഉണ്ടെങ്കിലും ബ്ലാക്ക് കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിയിരിക്കും. അങ്ങനെ കുറച്ച് ക്രേസ് ആയിട്ടുള്ള കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ സാരിയുടെ ബ്ലൗസാണ് കേട്ടോ ഇത്. ബ്ലൗസ് സാധാരണ ഞാനിവിടെ അളവൊക്കെ കൊടുത്തിട്ടാണ്, ഞാൻ തന്നെയല്ല എല്ലാവരും അളവൊക്കെ കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യിക്കാറ്. ഇത് അളവൊന്നും കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ബാക്ക് ഓപ്പൺ ഒന്നല്ല, ബാക്ക് ഫുൾ കവേർഡ് ആയിട്ട് ഒരു വി നെക്ക് ഷേപ്പിലുള്ള ബ്ലൗസാണ്. ഇതിൽ ഹാൻഡിൻ്റെ അവിടെ ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഹെവി വർക്കാണ് കേട്ടോ, നല്ല രസത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഫുൾ വർക്ക്. അപ്പോൾ ഇതാണ് ആ സാരിയുടെ ബ്ലൗസ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സിഗ്നേച്ചർ ബൈ എൻജി എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ നിന്ന് ഉള്ള ഡ്രസ്സുകൾ. അപ്പോൾ ഞാനത് ഓർഡർ ആയിട്ടാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. കാരണം നിങ്ങൾക്കത് മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ ഫുള്ള് കൂട്ടിക്കുഴഞ്ഞ രീതിയിലാവില്ലേ. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഓർഡർ ആയിട്ട് കാണിച്ചു തരുന്നത്. പിന്നെ ഒരു സിമ്പിളായിട്ട് നമ്മൾ ക്ലോത്ത്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് ഡെയിലി എവിടെയെങ്കിലും പോയി വരണം അല്ലെങ്കിൽ ഓഫീസിലൊക്കെ പോയി വരണം, അങ്ങനെ കുർത്താസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിற்கு പറ്റിയിട്ടുള്ളൊരു പേജാണ് ടാൻവി കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള, ടാൻവി ബൊട്ടിക് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു പേജാണ്. അപ്പോൾ അതിൽ നിന്ന് പറഞ്ഞാൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ കുർത്തീസ് അങ്ങനെ ആരെങ്കിലുമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പേജ് ആപ്റ്റായിരിക്കും. ഇതൊക്കെ നല്ല സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഇട്ടിട്ട് പോകാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സുകളാണ്. സോ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല കംഫർട്ടായിട്ടുള്ള, നല്ല മെറ്റീരിയൽ ആയിട്ടുള്ള, നല്ല സ്റ്റിച്ചിങ് എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റേണിറ്റി വെയർ കിട്ടുന്ന പേജ് ഏതാണെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാനൊക്കെ കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു പരൈസോ കംഫർട്ട് വെയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പേജാണ് കേട്ടോ ഞാൻ കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത്. ഞാൻ കൂടുതലും ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു ഡ്രസ്സുകളും കാര്യങ്ങളാണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ക കോട്ടൺ ആണിത്, അതുകൊണ്ട് തന്നെ ഇടാൻ നല്ല സുഖം. അതായത് കണ്ടോ, ഇതൊരു കഫ്താൻ ടൈപ്പാണ് കേട്ടോ. ഒരു നമ്മുടെ മുട്ടിന് കീഴ്പോട്ടേക്ക് വരെ ഇറക്കമുള്ളൊരു ഫ്രോക്ക് പോലത്തെ ഒരു ഡ്രസ്സാണ് ഇത്. പിന്നെ അതാ ഒരെണ്ണം
ഇങ്ങനത്തെ ഇതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ടോ ഇവിടെ താഴെ പ്ലേ ചെയ്യുന്നത്. കാരണം ഇപ്പം എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്ന ഒരു 3 പേജസ് ആണ് കേട്ടോ ഇത്. അതായത് പാർട്ടി വെയറിന് പറ്റിയൊരു പേജാണ് സിഗ്നേച്ചർ ബൈ NJ. പിന്നെ കാഷ്വലായിട്ട് നമുക്ക് എവിടെയെങ്കിലും പെട്ടെന്നൊക്കെ പോകണം, അല്ലെങ്കിൽ നമ്മൾ ഓഫീസ് കാര്യങ്ങൾക്കൊക്കെ പോകാൻ കുർത്തീസ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് പറ്റിയൊരു പേജാണ് താൻവി ബൊട്ടിക് കളക്ഷൻ അല്ലെങ്കിൽ ബൊട്ടിക്. 2 പേജ് ഉണ്ട് അവർക്ക്. പിന്നെ ഒരെണ്ണം വന്നിരിക്കുന്നതാണ് പാരൈസോ കംഫർട്ട് വെയേഴ്സ്. ഏത് മെറ്റേണിറ്റി വെയേഴ്സിൻ്റെ ഒരു പേജാണ് പാരൈസോ കംഫർട്ട് വെയേഴ്സ്. അപ്പോൾ ഈ 3 ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് നോക്കാവുന്നതാണ്, അല്ലാത്തവർക്ക് വിട്ടുകളയാം. അപ്പോൾ എൻ്റെ ഡോണപ്പൻ അവിടെ എൻ്റെ ഡ്രസ്സൊക്കെ ചപ്പി കിടക്കുന്നുണ്ട്. ഡോന അപ്പം ഞാനിനി അധികം നേരം വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കിടക്കുന്ന ആളായിരിക്കില്ല കുറച്ച് നേരം കഴിയുമ്പോൾ. അപ്പോൾ നല്ല മൂഡിലിരിക്കുമ്പോൾ തന്നെ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.